Dear friends, if you are looking for a stay in this lodge, it's better to sleep in railway station itself. Worst customer service and unhygienic rooms are the highlights. If you like foul smell, it suits you. Next 24 hours, ഞാൻ ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. This is Ryan Trahan, one of my favorite YouTubers. ചങ്ങായി ഓടി നടന്ന് അമേരിക്കയിലുള്ള എല്ലാ 1-star ഹോട്ടലും റിവ്യൂ ചെയ്യാണ് to become the best reviewer in the world. അതെല്ലാം മൂപ്പർ ആയിക്കോട്ടെ, പക്ഷെ ഇവിടുത്തെ 1-star ഹോട്ടലൊന്നും റയൻ ട്രേഹൻ എന്തായാലും റിവ്യൂ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മോശം റേറ്റിംഗ് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഭയങ്കര ലോഡ്ജ് കണ്ടുപിടിച്ചിന്. നമ്മളവിടെ അടുത്ത 24 മണിക്കൂർ സ്റ്റേ ചെയ്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് to become the best reviewer in Kerala. സോ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. റൂമെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ നമുക്ക് ലേശം കൂടെ റിവ്യൂ വായിക്കാം. ആദ്യം തന്നെ അഭിജിത്ത് എൻ. ദിസ് ഈസ് ദ മോസ്റ്റ് ഡേർട്ടി ലോഡ്ജ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ എൻറ്റയർ ലൈഫ്. സോ പ്ലീസ് ഡോണ്ട് എവർ ഗോ ദിസ് ലോഡ്ജ്. ദിസ് ഈസ് മൈ റിക്വസ്റ്റ് ആൻഡ് ദ ബിഹേവിയർ ഈസ് ഓൾസോ നോട്ട് ഗുഡ്. Poor customer service, unhygienic bathrooms, non-washable bedsheet, dusty floors. If you stay here, it will also affect your health. I have already faced some health issues after stadium. എല്ലാം വെറുതെ ലേശം തള്ളായിരിക്കും അല്ലേ? ഇങ്ങനെല്ലാം ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ടാവും തോന്നട്ടെ. കാരണം അടുത്ത വിവേക് പറയുന്നതെന്ന് വെച്ചാൽ this lot shouldn't considered even if you didn't get any room. Better stay in railway platform. എല്ലാരും എന്താണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടക്കാൻ പറയുന്നത്? Zero professionalism, unbearable filthiness, power backup is pure joke here. Toilet door was partially broken. These are some of the salient features waiting for you. ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ പൈസ മുടക്കിയത്. ഇവരെ ഈ റിവ്യൂ എല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. We are in for an adventurous ride for the next 24 hours. And now it's time for room tour. Guys, welcome to our new home for next 24 hours. Come on. So, ആദ്യം തന്നെ ഞാൻ നിങ്ങളെ നമ്മളെ ബാത്റൂം കാണിച്ചു തരാം. Okay, come here. Actually speaking guys, സ്പീക്കാനൊന്നും ഇല്ല. ഒരു ഷവർ ഉണ്ട്, ഒരു ക്ലോസറ്റ് ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്, ഒരു ബക്കറ്റും വെള്ളവും സോപ്പും ഉണ്ട്. പക്ഷെ അതിന്റെ മേലോട്ടേക്ക് നിങ്ങൾ നോക്കിയത് ടൈൽസ് ഇതിന്റെ മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനേ തോന്നൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇപ്പോഴത്തെ നമ്മളെ ബെഡെല്ലാം കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഷാറൂഖ് ഖാൻ ആവാൻ വേണ്ടി കിടിലം പോലത്തെ ഒരു ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിയപ്പോ തുടച്ചാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നേ വരെ തുടച്ചിട്ടില്ല. വി ഹാവ് എ ടി വി ഗൈസ്. ടി വി ഉണ്ട്, കേരള വിഷൻ ഉണ്ട്. ഇവിടെ ആരെല്ലാം ഒന്ന് പൊളിച്ചാണോ എന്താന്ന് തിരിയുന്നില്ല. ടി വി എവിടെ ഇരുന്ന് കാണുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്. വി ഹാവ് എ 2 ബെഡ് ഗൈസ്. ലുക്ക്, എണ്ണം കാഴ്ച 2 ബെഡാണ് ഉള്ളത്. ഇത് നമ്മളെ ക്യാമറമാൻ ജെർസൺ ഓൾറെഡി ബുക്ക് ചെയ്ത് ഞാൻ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ റിവ്യൂസ് വായിച്ചപ്പോൾ അതിൽ മെയിൻ ആയിട്ട് 3 അക്യൂസേഷൻസ് ആണ് ഉണ്ടായത്. ഒന്നാമത്തത് പുവർ കസ്റ്റമർ സർവീസ്. ഇവിടെ വന്ന് നേരെ റിസപ്ഷനിൽ പോയപ്പോൾ മുതൽ തന്നെ അവിടെ ഇരിക്കുന്നതായിട്ട് നമ്മളോട് ഡീസന്റ് ആയിട്ടാണ് പെരുമാറിയത്. നമ്മൾ റൂമെല്ലാം കൊണ്ട് കാണിച്ച് നമ്മൾ ചോദിക്കുന്നതിനെല്ലാം കറക്റ്റ് ഉത്തരം പറഞ്ഞ് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോന്നെല്ലാം പറഞ്ഞ്. ഇനി പ്രശ്നമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ചങ്ങ ലേശം വെള്ളടിച്ചിനെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സർവീസിൽ വി ആർ ഹാപ്പി. നമ്പർ 2, അൺഹെൽത്തി, അൺഹൈജീനിക്, ഫൗൾ സ്മെൽ, ഡേർട്ടി, അങ്ങനെ നീണ്ടു പോവാണ് ലിസ്റ്റ്. കം, I'll show you. ഇവിടെ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വൃത്തികേടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും വൃത്തിയുള്ള ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഹോട്ടലിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. വി ഹാവ് കരിയോയിൽ മുങ്ങിയ ചവിട്ടി, മോഡേൺ ആയിട്ട് തുളുമ്പുന്ന ചുമര്. ബെഡ്ഷീറ്റിനും കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ മനോഹരമായ കർട്ടൻ. വാങ്ങുന്നതിന് ഭയങ്കര മനോഹരേനു. പക്ഷെ ഇതിപ്പോ ചോപ്പ് കളർന്ന് കറുപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ അലക്കാന്നെല്ലാം പറയുന്ന സംഭവം കണ്ടുപിടിച്ചിട്ട് കുറെ കാലമായിട്ട് ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പോകുന്ന വഴിക്ക് ഞാനൊന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് അലക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പൊ ഈ ഡേർട്ടിനെസിന്റെ കാര്യം റിവ്യൂല് പറഞ്ഞത് വളരെ 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 ശരിയാണ്. ഒരു പറഞ്ഞത് കുറഞ്ഞു പോയിനോ എന്നാണ് എനിക്കിപ്പോ ഡൗട്ട് ഉള്ളത്. മൂന്നാമത്തെ സാധനം പവർ കട്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. വരുമായിരിക്കും, വരാണ്ടിരിക്കൂല. വന്നാൽ നിങ്ങൾ അറിയിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു. നമുക്കൊരു കിഡിലം വ്യൂ ആണുള്ളത്. പക്ഷെ ഇതെല്ലാം പിടിക്കുമ്പോൾ നോക്കണം. അയാൾക്ക് പിടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. ഓ മൈ ഗോഡ്, ഇത് തുറയുന്നില്ലല്ലോ. തൽക്കാലം ഒന്നിൽ കൂട്ടം നിങ്ങൾ വ്യൂ കണ്ടോ? ഈ ഒരു സൂപ്പർ വ്യൂ എല്ലാം ഉണ്ടെങ്കിലും ആ ഒരു റൂമിലെ മണം എന്റെ അമ്മോ സഹിക്കാൻ പറ്റൂല. അവിടുന്ന് ഓരോ സെക്കൻഡും വായിലൂട്ടിയാണ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും 24 മണിക്കൂർ ഫിനിഷ് ചെയ്താൽ മതി എന്നുള്ള മൈൻഡിൽ നമ്മൾ അവിടെ ഇരുന്ന് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ പറഞ്ഞ സമയങ്ങളിൽ. പക്ഷെ ഫുൾ ടൈം നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റൂല. കാരണം ഈ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് 3 ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് വി ഹാവ് ടു ഈറ്റ് ഫുഡ് ഫ്രം ദിസ് റൂം. കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഫോണെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ടൈമായി. ഈവൻ ദോ ദിസ് ഈസ് എ 1-star ഹോട്ടൽ, ഇവിടെ റൂം സർവീസ് ഉണ്ട്. റൂം സർവീസ് അല്ല, നമ്മൾ ഹോട്ടലിൽ വിളിച്ചോണ്ടാ ഫുഡ് കൊണ്ടുത്തരും. എന്തായാലും അത് ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, ഇവിടുന്ന്
വിളിക്കുന്നതാണ്. അവിടെ ഫുഡ് എന്തെല്ലാം ഉള്ളത്? ബിരിയാണി, നെയ്ച്ചോറ്, ഇറച്ചിക്കറി, ചില്ലി ചിക്കൻ, അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം വാങ്ങിയിട്ട് ഈ ഒരു റൂമിൽ ഇരുന്നിട്ട് എങ്ങനെയാ കഴിക്കാ? അതുകൊണ്ട് വെറുതെ വാങ്ങി ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 3 പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ വെറുതെ ആയില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഫുഡ് വന്ന്. നമ്മളങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇനി അത് വീട്ടിൽ നിന്നിട്ട് കഴിക്കണം. അത് എങ്ങനെ കഴിക്കുന്ന അറിയില്ല ഗൈസ്, പക്ഷേ വി ഹാവ് ടു ഈറ്റ് ദിസ്. അതാണ് നമ്മളെ ചലഞ്ച്. സോ എൻ്റെ പൊറോട്ടൻ്റെ ആദ്യത്തെ പീസ്. ആംബിയൻസ് പോരെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എങ്ങനെ കഴിക്കാന്നറിയില്ല ഗൈസ്. മറ്റേ റിവ്യൂലും മണം ഉണ്ടായിട്ട് ഒടുക്കത്തെ മണം എന്തെല്ലോ വളക്കുന്നത്. ഞാനിപ്പോൾ വായിൽ കൂട്ടിയ ശ്വാസം കഴിക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയാണ്. എങ്ങനെ തിന്നറിയില്ല. തിന്നാൻ പറ്റിയൊരു ഒരു മാനസികാവസ്ഥ കിട്ടുക ഈ മണലടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ തിന്നേ മതിയാവുള്ളൂ. കണ്ണും പൊട്ടി ഭരണം. ചുറ്റുള്ള ആംബിയൻസ് എല്ലാം മറന്ന് പൊറോട്ട മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടക്കാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലിന്റെ വേറൊരു മാജിക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട കാണുന്നുണ്ടല്ലേ അല്ലേ? പ്രേതമായിട്ട് നമ്മളൊരു ഹോണ്ടഡ് ഹൗസിൽ വന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. സാധനം കരണ്ട് വരും, കരണ്ട് പോകും. അതാ വന്ന് ചിലപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ പോകും. ഇല്ല പോയി. സോ ഈ ഒരു ഹോട്ടലുണ്ടായ ഏറ്റവും ബിഗ് 3 അക്യൂസേഷനാണ്. 2 കറക്റ്റാണ് നമ്മൾ തെളിയിച്ച് വേർത്ത് കുളിച്ച്. എങ്ങനെ നമ്മൾ നാളെ വരെ സർവൈവ് ചെയ്യുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടാ. നാളെ വരെ സർവൈവ് ചെയ്യുന്ന കാര്യം പിന്നെ ആലോചിക്കുക. ഇപ്പൊ തൽക്കാലം വാങ്ങിയ ഫുഡ് വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് പൊറോട്ട എല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ചതിന് കുറച്ച് നേരം ആടെ ഇരുന്ന് വെറുതെ ഫോൺ നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ അതിഥീനെ കണ്ടത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതിന് അപ്പോൾ നമുക്കൊരു അതിഥി ഉണ്ട്. നമ്മൾ റൂംമേറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ വേണ്ടി പറ്റൂല. നമുക്ക് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റിവ്യൂലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടാ. നമ്മള് ഒറ്റക്കായി പോകണ്ടെന്ന് വെച്ചിട്ട് ഇവരെന്നെ വളർത്തുന്നതെന്ന് തോന്നുന്നു. പെറ്റിന പേരിടാം നമുക്ക്. എന്താ ഡുണ്ടുടു. നമ്മൾ ഡുണ്ടുഡുവിനെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ സമയം കളയാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. അന്നേരമാണ് TV ഉള്ള കാര്യം ഓർമ്മ വന്നത്. TV വെച്ച് നോക്കുമ്പോൾ അതിൽ നമ്മളെ പൃഥ്വിരാജിൻ്റെ പുതിയ ജനഗണമന. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ആ ഉണക്ക ബെഡ്ഷീറ്റ് വിരിച്ച കിടക്കയിൽ ഇരുന്നിട്ട് ബെഡിലാണെങ്കിൽ എന്തോ നനവെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ മേൽ തന്നെ കിടന്നിട്ട് ആ പടം മൊത്തം കണ്ടു തീർത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായി. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ ശ്വാസം മുട്ടി മരിച്ചു. അതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരു കാപ്പി മാത്രം കുടിച്ച് ബാക്കി മണിക്കൂറത്തേക്ക് വേണ്ട കാറ്റെല്ലാം അവിടെ തന്നെ വലിച്ചു കയറ്റിയിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് ലേശം കാറ്റെല്ലാം കൊണ്ട് നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നാളെ വരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനി രാത്രി ഫുഡ് കഴിക്കണം. പക്ഷെ നമ്മൾ രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാണ്. കാരണം ഉച്ചക്ക് കഴിച്ചിട്ട് മതിയായി. ഇനി ഇടന്ന് കഴിച്ചാലൊന്നും ഇറങ്ങും തോന്നുന്നില്ല. രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത കഥന നിങ്ങളോട് പറയുമ്പോഴാണ് നമ്മൾ 2ാമത്തെ അതിഥിന്റെ വരവ്. ഇതെല്ലാം എന്താണ് സാധനം ഇങ്ങോട്ട് വരുമത്? വേഗം കയറിയിട്ട് വാതിൽ വിട്ടാ. നമ്മളെ കുളിക്കേണ്ട ചാലഞ്ച് ഇല്ലേ, അത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്നുള്ള തിരക്കിൽ ഓടിയെടുത്ത് വന്നപ്പോൾ ഡ്രസ്സ് മാത്രം എടുത്ത് തോർത്തെടുക്കാൻ ഞാൻ മറന്നുപോയി. സോ നമ്മൾ ആ ഒരു ചാലഞ്ച് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, നമ്മള് അനുഭവിക്കേണ്ടല്ലോ അനുഭവിച്ച്. ഇനി കുളിക്കാത്തൊരു കുറവില്ല, അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇവിടെയാണല്ലോ നമ്മൾ രാത്രി കിടന്നുറങ്ങണ്ടേ. കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കാം. എലീനെ കണ്ട് പേടിച്ച പേടി മാറ്റാൻ വേണ്ടി TV വെച്ച് നോക്കുമ്പോൾ അതിൽ പേടി മാറ്റുന്ന നല്ല കിണ്ണം സാധനം. ആ പാട്ടിനോട് ഇങ്ങനെ വൈബ് ചെയ്ത് കുറേ നേരം അങ്ങനെ ഇരുന്ന് ആ പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നതല്ലോ ഒരു ഊളപ്പാട്ടായിരുന്നു ഗൈസ്. കിടന്നുറങ്ങാനാണെങ്കിൽ തോന്നുന്നേ ഇല്ല. ലേശം കൂടെ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ലുഡോ കളിച്ച്. ആ ലുഡോയിൽ ഇവനാണ് ഗൈസ് ജയിച്ചത്. കള്ളക്കളി അല്ലാണ്ടൊന്നും ഇല്ല, ഇത് പ്യൂർ കള്ളക്കളിയാണ്. ലുഡോ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം വന്നു തുടങ്ങി. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഇനി സമയം ഇപ്പം 10 മണിയെല്ലാം കഴിഞ്ഞ്. നമ്മൾ ജനലൊന്നും തുറന്നിട്ടില്ല, പുറത്തുനിന്ന് കൊതുക് കയറേണ്ടെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്, വേർത്ത്. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഉറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ബെഡ് ഇൻസ്പെക്ഷൻ ഉണ്ട് ഗൈസ്. നേരത്തെ കൂറനെല്ലാം കണ്ടതാണ്. ഇനി ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കൂറായിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കാൻ എന്ത് ചവിട്ടിലെല്ലാം കയറും. നമുക്ക് ആദ്യം ഇത് തന്നെ നോക്കാം. ഈ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ എന്താ നോക്കിയിട്ട് പിന്നെ കിടക്കാനേ തോന്നിയില്ലെങ്കിലോ. കൂട്ടിന് കിടക്കാൻ വല്ല പാമ്പോ പല്ലിയോ പഴുതാരിയോ എന്തെങ്കിലും ഉണ്ടോ എന്നല്ലേ ഞാൻ ചെക്ക് ചെയ്ത്. 2 ബെഡിലൊന്നും കണ്ടിട്ടില്ല. കട്ടിലിന്റെ അടിയിൽ ഒരു ഭൂതം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ കിടന്നത്. ഇപ്പൊ നമുക്ക് കിടന്നുറങ്ങാൻ കഴിച്ച് എങ്ങനെയാ കിടക്കാന്നുള്ളൊരു ഇതാണ്. ഇതൊരു എന്താണ് ഈ കുഴപ്പമില്ല, ഇതൊരു വൃത്തി. കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നേരത്തെ ജെർസൺ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ജനലിലൂട്ട് എന്തെല്ലാം നിഴലെല്ലാം കണ്ടെന്നാണ്. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കലുള്ളതാണ്. അഥവാ ഇനി രാത്രി എന്തെങ്കിലും നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വോയിസ് റെക്കോർഡ് ഓണാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ
എന്ത് കിടക്കുകയാണ് ഇത്? ഈ കിടക്കുന്നതിനെ കാട്ടി നല്ല നിലത്ത് കിടക്കുന്ന തരും. ഇത് ഭയങ്കര നനവെല്ലാം ഉണ്ട് ഈ ബെഡ്ഷീറ്റിലെല്ലാം. ലൈറ്റ് ഓഫ് ആക്കടാ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ നോക്കടാ. ഗൈസ് രാവിലെ ആയിരിക്കുകയാണ്. ഞാനാകെ 2 മണിക്കൂറായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഫുള്ള് ഇടക്കിടക്ക് കരണ്ട് പോവാ, ചൂടെടുത്തത് കുപ്പായെല്ലാം പൊതർന്ന് വേർത്തിട്ട് എൻ്റെ അമ്മ കയ്യില്ല ഗൈസ്, കയ്യില്ല. പക്ഷെ ഇന്നലെ രാത്രിയില്ലേ ഒരു സൗണ്ട് കേട്ടില്ല ഗൈസ്. ഞാൻ അപ്പോൾ തന്നെ പിന്നെ കണ്ണൂട്ടി അങ്ങ് കിടന്നൊന്നും കേൾക്കാൻ പോയില്ല. റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടില്ല, നമുക്ക് കയ്യിൽ നോക്കാം എന്താന്ന്. താങ്ക് യു ഫോർ 50K സബ്സ്ക്രൈബേഴ്സ്. ഗൈസ് നമ്മളങ്ങനെ 50K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. പക്ഷേ ഇത് ഏടി എത്തിയിട്ടില്ല, നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അത് നമുക്ക് ഈടുന്ന് പോകാൻ നോക്കാം. ഇറ്റ്സ് ടൈം ടു ലീവ് ഗൈസ്. നമ്മൾ ഇവിടെ വന്നത് 2 ലക്ഷ്യത്തോടുകൂടിയാണ്. ഒന്നാമത് ഈ ഒരു ഹോട്ടലിൽ കിട്ടിയ റിവ്യൂസ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിലൊന്നു പോലും കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ആ റിവ്യൂസിലുള്ളതിനെക്കാട്ടി ഭയാനകമായ അവസ്ഥയാണ് ഇവിടെ ചുറ്റും നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാനിനി 1 സ്റ്റാർ എന്ന് കേട്ടാൽ അതിന്റെ ഭാഗത്തേ പോവില്ല. ട്രോമറ്റൈസ്ഡ്. ഇത് പറയുമ്പോൾ വേർത്ത് കുളിക്കുകയാണ് എൻ്റെ അമ്മ. ഇത് ഈടെല്ലാം സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. എൻ്റെ ഈടെല്ലാം കുരുവെല്ലാം വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പുറമെല്ലാം ചൊറിയുകയും ചെയ്യുന്നു. ഇനി നാളെ ചിലപ്പോൾ ഞാൻ കിടപ്പിലായാൽ ഇതായിരിക്കും ഗൈസ് കാരണം. നമുക്കുണ്ടായ രണ്ടാമത്തെ ഗോൾ എന്ന് വെച്ചാൽ ടു ഗിവ് ദിസ് ഹോട്ടൽ എ genuine 5-star rating on something without lying. So here is my final review.